ലളിതാ സഹസ്രനാമത്തിൽ 97ാമത്തെ നാമമാണ് സമയാന്തസ്ഥ എന്നുള്ള നാമം. ഇതേവരെ കൗലമാർഗം അല്ലെങ്കിൽ കുലമാർഗം എന്നുള്ള മാർഗത്തിനെയാണ് ചെറിയ രീതിയിൽ ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചത്. ഇനി സമയാചാരം എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് വർണ്ണിക്കുന്നത്. സമയം എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ടൈം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സമയം എത്രയാണെന്ന് ചോദിച്ചാൽ സമയം നമ്മൾ പറയുന്നു. ആ അർത്ഥത്തിലല്ല ശാക്തേയ സമ്പ്രദായത്തിൽ ഈ പദം ഉപയോഗിക്കപ്പെടുന്നത്. സമം എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ സമയം എന്നുള്ള ഈ മതം അല്ലെങ്കിൽ ഈ തത്വസംഹിത ഉണ്ടായിട്ടുള്ളത്. സമയാചാര തത്പര എന്നൊക്കെ പിന്നീടുള്ള മന്ത്രങ്ങളിൽ നമ്മൾ ദേവി സമയാചാരത്തിൽ തൽപരയാണ് എന്നുള്ള രീതിയിലുള്ളത് അടുത്ത മന്ത്രമാണ്. സമയ അന്തസ്ഥ, സമയത്തിൻ്റെ ഉള്ളിൽ വിളങ്ങുന്നവൾ എന്നാണ് ഇതിൻ്റെ നേരിട്ടുള്ള അർത്ഥം. സമം എന്നുള്ള വാക്കിവിടെ ശിവശക്തികളുടെ സമഭാവത്തെയാണ് കാണിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ സൂചനകൾ പറഞ്ഞിരുന്നു. ശിവശക്തി രണ്ടുപേരും അഭിന്നരാണ്, അഭിന്ന ശക്തികളാണ്. സൂര്യനും അതിൻ്റെ താപവും അതിൻ്റെ പ്രകാശവും എന്ന പോലെ, അഗ്നിയും അതിൻ്റെ താപവും എന്ന പോലെ ഇവർ രണ്ടുപേരെയും വേർപെടുത്താൻ സാധിക്കില്ല. ഇവർ എന്തിലൊക്കെയാണ് സമമായിട്ട് ഭാവിക്കേണ്ടത് ഒരു സാധകൻ എന്ന് ഇവിടെ കുറച്ചും കൂടി അതിനെ വിശദീകരിക്കുന്നു. 5 രീതിയിലാണ് ഇവരുടെ സമത്വം. അധിഷ്ഠാനം, അനുഷ്ഠാനം, നാമം, രൂപം, ക്രിയ, ഇതിലൊക്കെയാണ് ഇവർ സമമായിട്ട് വിളങ്ങുന്നത്. ഇവർ രണ്ടുപേരും സ്ഥിതി ചെയ്യുന്നത് മൂലാധാരാദി ചക്രങ്ങളിൽ. അതുകൊണ്ട് അധിഷ്ഠാന സാമ്യം. അനുഷ്ഠാനം എന്ന് പറയുന്നത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഈ 5 കൃത്യങ്ങളും ഇവരുടെ രണ്ടുപേരുടെ സംയുക്തമായ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അനുഷ്ഠാന സാമ്യം. നാമം, ഇവരുടെ പേര് കാമേശ്വരൻ, കാമേശ്വരി, ഭൈരവൻ, ഭൈരവി എന്നൊക്കെ ഓരോ ചക്രങ്ങളിലും രണ്ടുപേർക്കും ഒരേ നാമങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് നാമസാമ്യം. അതുകൊണ്ട് രൂപം, പിന്നെ രൂപസാമ്യം. രൂപത്തിലും ഇവർ ഒരേപോലെയാണ് രണ്ടുപേരും. അതുകൊണ്ട് രൂപസാമ്യത്വം. പിന്നെ ക്രിയാസാമ്യത്വം, ആനന്ദദാനം, അതുപോലെ വിദ്യാദാനം, ഇങ്ങനെയുള്ള ക്രിയകളിലൊക്കെ ഇവർ തത്തുല്യരാണ്. രണ്ടുപേരും ഇങ്ങനെ അധിഷ്ഠാനം, അനുഷ്ഠാനം, നാമം, രൂപം, ക്രിയ എന്നുള്ള കാര്യങ്ങളിൽ ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട്, ഒരേപോലെ വിളങ്ങുന്നത് കൊണ്ട്, അങ്ങനെ അതിനെ ആ തത്വത്തെ മനസ്സിലാക്കി രണ്ടുപേരും സമമാണ് എന്ന് ഭാവന ചെയ്തുകൊണ്ട് ആരാണോ അനുഷ്ഠാനം ചെയ്യുന്നത് അവരാണ് സമയമതത്തെ അനുഷ്ഠിക്കുന്നവർ. അങ്ങനെ ആ സമയമതത്തിൻ്റെ അന്തസ്ഥയാണ് ദേവി, അതിൻ്റെ ഉള്ളിൽ വിളങ്ങുന്ന തത്വമാണ് ദേവി എന്നുള്ളതാണ് ഈ 97ാമത്തെ നാമത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. സാക്ഷാത്ത് പരമേശ്വരിയെ പുറത്ത് ചക്രങ്ങളും യന്ത്രങ്ങളും മേരു പോലത്തെ വസ്തുക്കളും വെച്ച് പൂജിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് കുലപൂജ എന്ന് പറയും. അതേസമയം ഹൃദയാകാശത്തിൽ ദേവിയും പരമേശ്വരനും ഒന്ന്, ഈ ശിവശക്തിമാർ ഒന്നാണ് എന്നുള്ള ഐക്യഭാവനയോടുകൂടി അധിഷ്ഠാനം, അനുഷ്ഠാനം, നാമം, രൂപം, ക്രിയ എന്നുള്ളതിൻ്റെ ഐക്യഭാവനയോടുകൂടി പൂജ ചെയ്യുന്നതാണ് സമയ പൂജ. ഇതിന് വസിഷ്ഠർ, ശുകർ, സനകൻ, സനന്ദനൻ, സനത്കുമാരർ ഇവരൊക്കെ ഈ പൂജാക്രമങ്ങൾ തന്ത്രങ്ങളായിട്ട്, പുസ്തകങ്ങളായിട്ട് രചിച്ചിട്ടുണ്ട്. ശുഭാഗമ പഞ്ചകം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിനെ സമയപഞ്ചകം, ശുഭാഗമ പഞ്ചകം എന്നൊക്കെ നമ്മൾ വിളിക്കും. ആ ക്രമം അനുസരിച്ച് ഇവർ രണ്ടുപേരും ഒന്ന് എന്നുള്ള ഭാവനയോടുകൂടി ഹൃദയാകാശത്തിൽ പൂജ ചെയ്യുന്നതാണ് സമയാചാര പൂജ. സമയാന്തസ്ഥ എന്നുള്ളത് എൻ്റെ കരുത്തും അതാണ്. ലളിതാ സഹസ്രനാമത്തിൽ
കുണ്ടലിനി ശക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദീകരണങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാം.